ജയകത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം DSN എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുന്നതിലാണ്. ഇപ്പോൾ നേരത്തെ DSN ഒക്കെ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിരുന്നു എന്നോട് എക്സ്പീരിയൻസ് ഷെയറിംഗ് ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോലും എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്ക് പോലും വരയ്ക്കായിരുന്നു. ഇപ്പം ഞാൻ കംഫർട്ടബിളിയാണ് പറയുന്നത്. എനിക്കൊരു പേടിയില്ല. എൻ്റെ ഉള്ളിലത്തെ എൻ്റെ കേപ്പബിലിറ്റീസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ ഉറപ്പിച്ച് പറയാൻ പറ്റും എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഞാൻ DSN ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വിൽഫുള്ളി സെക്കൻഡ് ടൈം ഞാൻ DSN റിപ്പീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ജയ ഗുരുദേവ്. എൻ്റെ പേര് വിനോജ് എന്നാണ്. ഞാൻ പെരുമ്പാവൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ DSN കോഴ്സ് രണ്ടാമത് പ്രാവശ്യമാണ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ഈ കോഴ്സ് ചെയ്യാൻ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതിൽ പരമ പൂജ്യ ശ്രീ രവിശങ്കർ ജിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ജയ ഗുരുദേവ്. എൻ്റെ പേര് ശ്രീകല. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് DSN കോഴ്സ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. എനിക്കിവിടെ വരുന്നതിന് മുമ്പ് ഈ കോഴ്സ് എന്താണെന്നുള്ള കാര്യം അത്ര മാത്രം അറിയില്ലായിരുന്നു. ആകെ അറിയാവുന്ന ഒരു കാര്യം ദിവ്യ സമാജിക നിർമ്മാൺ ഇതാണെന്ന് മാത്രമേ അറിയാമായിരുന്നു. എന്താണെന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴത്തേക്കും വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരുടെയും ചിരിച്ച മുഖം, വളരെ വളരെ എനർജറ്റിക് ആയ ഒരുപാട് മുഖങ്ങളുമാണ് കണ്ടത്. അപ്പോൾ തോന്നി എന്തോ ഈ DSN എന്ന് പറയുന്നത് എന്തോ ഉണ്ട് അതിനകത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ പേര് പ്രശാന്ത്. ഞാൻ ഈ കോഴ്സ് എൻജോയ് ചെയ്യാൻ വന്നത് ഗുരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗുരു ഗ്രേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കോഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ സങ്കടങ്ങളും ഗുരുജിനെ ഏൽപ്പിച്ച് ഫ്രീ ബേർഡായിട്ട് ഇവിടെ നിന്ന് പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. Energizes your body and outgoing breath relaxes your body. അകത്തേക്ക് വരുന്ന ശ്വാസം ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യണു. പുറത്തേക്ക് പോകുന്ന ശ്വാസം ശരീരത്തിന് വിശ്രമം പ്രദാനം ചെയ്യണു. ദിവ്യ സമാജ് കാ നിർമ്മാൺ, ദിവ്യമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗുരുജി ഡിസൈൻ ചെയ്തതാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന DSN എന്ന കോഴ്സ്. കഴിഞ്ഞ 10 വർഷമായി സജി സാറ് DSN ടീച്ചറായിട്ട്, സജി യൂസഫ് നിസാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. സജി സാറെന്ന് നമ്മളെല്ലാവരും വിളിക്കണം. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം DSN ടീച്ചറാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 300 DSN എടുത്തു കഴിഞ്ഞു. ഇത് 301ാമത്തെ DSN ആണ്. യെസ്, ഹിയർ കംസ് ദ സൂപ്പർ സ്റ്റാർ സജി യൂസഫ് നിസാർ. നിങ്ങൾ ഈ ഒരു ചൈനീസ് ബാംബുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചൈനീസ് ബാംബു, ചൈനീസ് മുള. ആ വീട്ടിൽ വെക്കുന്ന ചെറിയ സാധനമല്ല, വലിയ ചൈനീസ് മുളനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. ആ ചൈനീസ് മുള ഇങ്ങനെയാണ്. 5 വർഷം ഭൂമിയുടെ അടിയിൽ വിത്ത് കുഴിച്ചിട്ടിട്ട് നനക്കണം, വളം ഇട്ടുകൊടുക്കണം. 5 വർഷം. ഈ 5 വർഷത്തിന്റെ ഇടയിൽ ഒരു ലക്ഷണം പോലും കാണിക്കില്ല ഇത് എന്ത് വളരുന്നുണ്ടോന്ന്. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നനക്കണം. ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ഇതെന്ത് സംഭവിക്കും? വാടിപ്പോകും. പക്ഷെ കർഷകന് ഒരു ഉറപ്പുണ്ടാവില്ല. എന്തെന്ന് ഇത് വളരുന്നുണ്ടോ ഇല്ലേന്ന് ഒരു ഉറപ്പില്ല. കാരണം മണ്ണിന്റെ അടിയിലാണ്. 5 വർഷത്തേക്ക് ഒരു ലക്ഷണവും കാണിക്കില്ല. 5 വർഷം കഴിഞ്ഞാല് ആദ്യത്തെ നാമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരും ഭൂമിയിൽ നിന്ന്. ആദ്യത്തെ നാമ്പ്. പിന്നെ 6 ആഴ്ച കൊണ്ട് 80 അടി വളരും. 80 ഫീറ്റ് 6 ആഴ്ച കൊണ്ട്. പിന്നെ ഭയങ്കര സ്പീഡാ. 6 ആഴ്ച കൊണ്ട് വളരുന്ന ഹൈറ്റ് ഇതാണ്. എത്രയാണ്? 80 അടി. പക്ഷെ 5 വർഷം ഇതിന്റെ ഒരു ജീവനുണ്ടോ എന്ന് പോലും ലക്ഷണമില്ല. 5 വർഷത്തേക്ക്. 5 വർഷം നനച്ചുകൊണ്ടിരിക്കുന്നു, 5 വർഷം വളമിട്ടുകൊണ്ടിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞാൽ ആദ്യത്തെ ആ തളിര്, ആദ്യത്തെ ഇല ഇങ്ങനെ കാണുന്നു. പിന്നെ 6 ആഴ്ച കൊണ്ട് 80 അടി ഉയരം. ഇതാണ് DSN പ്രോഗ്രാം. ഇന്ന്
നാളെ, മറ്റന്നാൾ, അതിന്റെ മറ്റന്നാൾ, സൺഡേ, 4 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? നനക്കുന്നു, വളമിടുന്നു. ഒരു ലക്ഷണവും കാണില്ല. എന്ത് വളർച്ചയുടെ ഒരു ലക്ഷണവും കാണില്ല. അപ്പൊ ഓരോ തവണ നമുക്ക് തോന്നുന്നത് ഒരു മാറ്റവും എനിക്ക് കാണുന്നില്ലല്ലോ, ഒരു ലക്ഷണവും കാണില്ല. പക്ഷെ ലാസ്റ്റ് ഡേ ഒരു സാധനം ഇങ്ങനെ കൊണ്ട് മുളച്ചു വരും, ടിങ്. പിന്നത്തെ വളർച്ച ഭയങ്കര സ്പീഡിലായിരിക്കും. ഭയങ്കര സ്പീഡിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും. പക്ഷെ അതിന് വേണ്ടത് 2 കാര്യങ്ങളാണ്. എന്താണ്? ഈ മുള വളർത്താനായിട്ട് കർഷകന് വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ഒന്ന് പേഷ്യൻസ്, രണ്ടെന്താണ്? ആ കൺസിസ്റ്റൻസി. എന്ത്? ഒരു ഉറപ്പില്ല ഇത് വളരും എന്നുള്ള കാര്യത്തില്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യാണ്? വളം ഇട്ട് കൊടുക്കുകയാണ്, വെള്ളമൊഴിക്കുകയാണ്, വളം ഇടുകയാണ്, വെള്ളമൊഴിക്കുകയാണ്, വളം ഇടുകയാണ്, വെള്ളമൊഴിക്കുകയാണ്. ക്ഷമ 5 വർഷം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അടുത്ത 3 ദിവസം ഒരു ഉറപ്പില്ല നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്ന്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോണു? ഇവിടെ വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, വെള്ളം. ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി നോക്കാൻ പാടില്ല. എന്ത്? തീർന്നു, ചത്തുപോകും. അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്ത് തീർന്ന്. അപ്പൊ വേണ്ട 2 സംഗതികളാണ് DSNൽ. ഒന്നെന്താണ്? പേഷ്യൻസ്, കൺസിസ്റ്റൻസി. പേഷ്യൻസ്, കൺസിസ്റ്റൻസി. പേഷ്യൻസ്, കൺസിസ്റ്റൻസി. Result is assured, guarantee. So are you ready? Yes or no? ഒരു ചെറിയൊരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. നിത്യചൈതന്യതിയുടെയാണ്. നിത്യചൈതന്യതി ശങ്കരാചാര്യരെ കാണാൻ പോവാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റോറി. അപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ അറിയാലോ, ഇതുപോലെയല്ല. അപ്പൊ നടന്നും എങ്ങനെയൊക്കെ യാത്ര ചെയ്യാണ്. അപ്പൊ പോകുന്ന വഴിക്ക് കൂടെയുള്ള ആരോ പറഞ്ഞ് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പണ്ഡിതൻ, വൃദ്ധനായ ഒരു പണ്ഡിതൻ താമസിക്കുന്നുണ്ട്. കുറച്ചു നേരം ഒന്ന് അയാളുടെ വീട്ടിൽ വിശ്രമിച്ച് അയാളെയും കണ്ടിട്ട് ശങ്കരാചാര്യരെ കാണാനുള്ള യാത്ര തുടരാം. അപ്പൊ നിത്യചൈതന്യതി അയാളുടെ വീട്ടിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ ഒരു പെൺകുട്ടി വാതിൽ ഉറക്കുകയാണ്. 12-10 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി വാതിൽ തുറന്ന ഉടനെ എന്നാ ചെയ്യണത്? ആരാണെന്നല്ല ചോദിക്കണത്, കാല് കഴുകാനുള്ള വെള്ളം കൊടുക്കുകയാണ്. ഉടനെ നിത്യചൈതന്യതി കാല് കഴുകും ആ വെള്ളം ഉപയോഗിച്ചിട്ട്. അടുത്തത് കുടിക്കാനുള്ള വെള്ളം കൊടുക്കും, വളരെ എന്താ പറയാ ആദരവോടുകൂടി. എന്നിട്ട് ഇരിക്കാൻ പറയും. എന്നിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? താത്തേനെ കാണാനാണോ വന്നതെന്ന്. ഇതെല്ലാം ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നിത്യചൈതന്യയുടെ അനുഭവത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ശങ്കരാചാര്യർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ പ്രണാമം ഞാൻ ആ പെൺകുട്ടിക്ക് കൊടുത്തു എന്ന്. ഈ പെരുമാറ്റമാണ് എന്ത്? റോളക്സ്. ഈ ക്യാരക്ടറാണെന്ത്? റോളക്സ്. നമുക്ക് റോളക്സ് ആവണ്ടേ? വേണോ വേണ്ടേ? സേ യെസ് ഓർ നോ? ഈ കൃഷ്ണാട്ടം ഇല്ലേ, കൃഷ്ണാട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാൻസ് ഫോം ഉണ്ടല്ലോ, അതിന്റെ മ്യൂസിക് കേൾക്കാണ് കൃഷ്ണാട്ടത്തിന്റെ. അപ്പൊ കൃഷ്ണമൂർത്തിക്ക് തോന്നി ഈ ഉറക്കം വരുന്നില്ല, 3 മണിക്ക് ഇങ്ങനെ കേൾക്കണം. അപ്പൊ കൃഷ്ണാട്ടം ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചിട്ട് ചെല്ലുകയാണ് ഈ കൃഷ്ണാട്ടം നടക്കുന്ന സ്ഥലത്ത്. കൃഷ്ണാട്ടം നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കൃഷ്ണാട്ടം നടത്തുന്ന ആർട്ടിസ്റ്റുകളല്ലാണ്ട് ഒറ്റ ഓഡിയൻസ് ഇല്ല. ഒരാള് പോലും ഇത് കാണാനോ കേൾക്കാനോ ഇല്ല, ഒരൊറ്റ ആള് പോലും. പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, കൃഷ്ണാട്ടം നടത്തുന്ന ആർട്ടിസ്റ്റുകൾ 100% ഇങ്ങനെ ഒരു 1000 കാണികളുടെ മുമ്പിൽ പെർഫോം ചെയ്യണ പോലെ എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം. ഒരൊറ്റ കുഞ്ഞ് വാച്ച് ചെയ്യാനില്ല, ഒരൊറ്റ കുഞ്ഞ്. അപ്പൊ കൃഷ്ണമൂർത്തി ഇതിങ്ങനെ നോക്കിയിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോ കൃഷ്ണമൂർത്തി എന്നിട്ട് ചോദിച്ചു, ഒരാള് നിങ്ങൾ അവതരിപ്പിക്കുന്നത് കാണാനില്ല, ഒരാള് പോലും നിങ്ങളെ കൈയടിക്കാനോ ശ്രദ്ധിക്കാനോ ഇല്ല.
എന്നിട്ടും ഇങ്ങനെ ആവേശത്തോടുകൂടി, ഇത്ര ആവേശത്തോടുകൂടി നിങ്ങൾക്ക് ഇതെങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് ആ ആർട്ടിസ്റ്റുകൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? സാറേ, ആ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് കണ്ടില്ലേ, ആ നിലവിളക്ക് കത്തിയിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ആവേശം കെടില്ല. അതിന്റെ മുന്നില് ഒരു പ്രേക്ഷകനും വേണ്ട, ഞങ്ങള് അവതരിപ്പിച്ചിരിക്കും. ഈ ഒരു കമ്മിറ്റ്മെന്റാണ് നമുക്ക് DSNൽ വേണ്ടത്. എത്ര ബോറടിച്ചാലും, എത്ര മദ്യായം തോന്നിയാലും, എത്ര വേദനിച്ചാലും പാർട്ടിസിപ്പേഷനിൽ നിന്ന് എന്താവരുത്, പിന്മാറുക. കാരണം റിസൾട്ട് ഗ്യാരണ്ടിയാണ്. ചവിട്ടരുത്. പറ്റുന്ന പോലെ, നിങ്ങളുടെ ശരീരം അനുവദിക്കുന്ന പോലെ. ഇനി ശ്വാസം എടുത്ത് വലത് ഭാഗത്ത് കൂടി ഒരു ഹാഫ് സർക്കിൾ ഉണ്ടാക്കിക്കൊണ്ട് പുറകിലേക്ക് വരുന്നു. പുറകിലെത്തിക്കഴിഞ്ഞാൽ ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ഭാഗത്ത് കൂടെ മുൻപിലേക്ക്. ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യും. And relax. Then Bhujangasana. Punjiri. Big smile. ദീർഘശ്വാസം. ഷോൾഡറൊക്കെ റിലാക്സ് ചെയ്ത് വെക്കും. ഷോൾഡർ ഇങ്ങനെ കൂച്ചി വെക്കേണ്ട ആവശ്യമില്ല, താഴ്ത്തി വെക്കാം ഷോൾഡർ. ഇവിടെ നിന്ന് നേരെ വിപരീത ശലഭാസൻ. ശ്വാസത്തിൽ ബ്രീത്ത് ഇൻ 2 3 4 ഹോൾഡ് 2 3 4 4 ബ്രീത്ത് ഔട്ട് 2 in out in out in out in out. യോഗ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം, എപ്പോ നമ്മൾ മുകളിലേക്ക് പൊങ്ങണോ അപ്പൊ ഒക്കെ ശ്വാസം ഉള്ളിലേക്ക്, അത് അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ മാഷ് പറഞ്ഞ പോലെ ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് മുകളിലേക്കും വരില്ല താഴത്തേക്കും വരില്ല, അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. പത്മസാധന ക്രിയകൾ റെഗുലർ ആവില്ലേ? മിനിമം 41 ദിവസമെങ്കിലും മുടങ്ങാതെ ചെയ്യുക ഇത് കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഡെയിലി ചെയ്താൽ മതി. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും പത്മസാധന കഴിഞ്ഞാൽ അന്ന് പുറത്തിറങ്ങിയാൽ. ഞാൻ ആദ്യം പറഞ്ഞു ബോറടി മാറ്റാൻ പത്മസാധന നല്ലതാണെന്ന്. ഇപ്പം ഞാൻ പറയണു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നമ്മൾ പത്മസാധനയും കഴിഞ്ഞ് ക്രിയയും കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സൂപ്പറായിരിക്കും. 301ാമത്തെ ക്ലാസ്സിൽ എന്റെ എക്സ്പീരിയൻസ്, ഈ 301ാമത്തെ ക്ലാസ്സിനെ കുറിച്ചോ തീരട്ടത് തീർന്നിട്ടില്ലല്ല, തീർന്നിട്ട് നമുക്ക് പറയാം. സാർ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ സാർ ഇപ്പോൾ ഒരു വീട്ടിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കാൻ, ആ സമയത്ത് അവിടെ വീട്ടമ്മ ഒരു സാമ്പാർ ഒഴിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് കൊള്ളാം കേട്ടോ. സാർ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു കോംപ്ലിമെന്റ് ഒരാൾക്ക് കൊടുക്കുക, അത് പറയാതിരിക്കുകയാണോ ശരി? അത് ഒരുപക്ഷെ അത് നന്നായിട്ട് നമ്മളത് ആസ്വദിച്ച് നമ്മൾ തന്നെ ആ സന്തോഷം അടക്കുന്ന
രീതിയാണോ? അത് പറയുക എന്നുള്ളത് ആ ഒരു പൊങ്ങച്ചമായിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ അവർ ചെയ്തൊരു എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് പലപ്പോഴും? ആ ഒരു പോയിന്റിനെ കുറിച്ച് ഗുരുജി തന്നെ പറയുന്നത് പ്രൈസിങ് ഇസ് എ ഡിവൈൻ ക്വാളിറ്റി എന്നാണ്. നമ്മള് ആത്മാർത്ഥമായിട്ടുള്ള പ്രൈസിങ്, അല്ലാണ്ട് ഒരു കാര്യം സാധിക്കാനോ അയാളെ വെറുതെ ഒന്ന് സന്തോഷിപ്പിക്കാനോ അല്ല. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രൈസിങ് ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്. കാരണം പ്രൈസിങ് ഒരു എൻകറേജ്മെന്റ് അല്ലേ ശരിക്കും, അതിലൊരു തെറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഈ പ്രൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്ന ആൾക്കാരാണ്. എത്ര ഗംഭീരമായാലും എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയാ തരക്കേടില്ല എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടില്ല? തരക്കേടില്ല, കുഴപ്പമില്ല. അല്ലാണ്ട് അതൊരു ഗംഭീരമായിട്ട് സംഭവമായി എന്നൊന്നും നമ്മളൊരിക്കലും പറയില്ല. എത്ര നന്നായാലും നമ്മൾ പറയാം തരക്കേടില്ല, വലിയ കുഴപ്പമില്ല, ഇത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ എനിക്കവിടെ നമ്മൾ ഈ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തില് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പിശുക്കന്മാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആർട്ട് ഓഫ് ലീഗിന് വന്നതിന് ശേഷമാണ് അവര് ഹഗ് ചെയ്ത് തുടങ്ങിയെന്ന് മനുഷ്യരെ. അത് കുട്ടികളെ ആരെയാണെങ്കിലും ഈ മനുഷ്യർ തമ്മിലുള്ള ഹഗ്ഗിങ്ങിനൊരു ഭയങ്കര ഫീലാണ് ശരിക്കും. ഹഗ്ഗിങ് വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ജെൻഡറും വേറെ ഇന്റൻഷനൊന്നും ഇല്ലാത്ത ഹഗ്ഗിങ് ആവണം. ഒരു അലാക്കിന്റെ ഹഗ്ഗിങ് ആവരുത്. ഒരു വളരെ എന്താ പറയാ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഹഗ്ഗിങ് ഉണ്ടല്ലോ, ആ ഹഗ്ഗിങ് തരുന്നൊരു ഒരു ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറെ പേര് കരയുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ഗുരു സ്റ്റോറി കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു ആശ്വാസം എനിക്കെങ്ങനെ അവരെന്നോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട തന്നെ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമില്ല. ഈ സി രാധാകൃഷ്ണൻ ഒരു അനുഭവം പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല. സി രാധാകൃഷ്ണൻ നല്ലൊരു എഴുത്തുകാരനാണ്, കേട്ടിട്ടുണ്ടല്ലോ? സി രാധാകൃഷ്ണനെ കേട്ടിട്ടുണ്ടല്ലോ അറ്റ്ലീസ്റ്റ്. ഓ, സമാധാനമായി. സി രാധാകൃഷ്ണന്റെ അനുഭവത്തിൽ സി രാധാകൃഷ്ണൻ പറയുന്നത്, സി രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു അമ്മയുമായിട്ട് സി രാധാകൃഷ്ണന്റെ അമ്മയുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാണ്, ബംഗാളിലേക്ക് പോവര്. അപ്പൊ രാധാകൃഷ്ണന്റെ അമ്മയ്ക്ക് മലയാളം അല്ലാണ്ട്, പ്രത്യേകിച്ച് ആ വളുവനാടൻ മലയാളം അല്ലാണ്ട് വേറെ ഒരു ഭാഷ അറിയില്ല അവർക്ക്. ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് അവർക്ക് ഒരു ഭാഷ അറിയില്ല. അപ്പൊ ഒരു ട്രെയിനിൽ പോകുമ്പോ ബംഗാളിലേക്ക് പോവാണ്. ബംഗാൾ ബോർഡർ അവിടെ എത്താറായപ്പോ ഒരു സ്ത്രീ കുട്ടികളുമായിട്ട് കയറുകയാണ്. അപ്പോ കൊച്ചുകുട്ടികളായിട്ട് ഈ സ്ത്രീ കയറുകയാണ്. ഈ സ്ത്രീയുടെ മുഖം ഇങ്ങനെ ആകെ വ്യാകുലതപ്പെട്ടിരിക്കുകയാണ്, ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ് ആ സ്ത്രീയുടെ മുഖം. എന്തോ ഭയങ്കര വിഷമമുള്ള പോലെ. കുറച്ച് കഴിയുമ്പോ ഈ സി രാധാകൃഷ്ണൻ പറയാണ്, അമ്മ ഈ കുട്ടീനെ മടിയിൽ വെക്കുന്നു, എന്തൊക്കെയോ അവരോട് സംസാരിക്കുന്നു, അവരും എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇവര് പറയണ ഒരക്ഷരവും ഈ ബംഗാളി സ്ത്രീക്ക് മനസ്സിലാവില്ല. ബംഗാളി സ്ത്രീ പറയണത് ഒരു സംഗതിയും ഈ അമ്മയ്ക്കും മനസ്സിലാവില്ല. പക്ഷെ രാധാകൃഷ്ണൻ പറയുന്നത് ട്രെയിൻ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ബംഗാളി സ്ത്രീ ഇറങ്ങിപ്പോയി. ഈ ഇറങ്ങിപ്പോണ സ്ത്രീ ഈ കയറി വന്ന സ്ത്രീയല്ല, ഭയങ്കര ആശ്വാസത്തോടെ സന്തോഷത്തോടെ ഭയങ്കര മുഖം അങ്ങനെ തന്നെ മാറിയിട്ടാണ് ഈ സ്ത്രീ ഇറങ്ങിപ്പോണത്. ശ്രീ രാധാകൃഷ്ണൻ ബ്യൂട്ടിഫുള്ളി ഒരു കാര്യം ഇപ്പൊ പറയുന്നുണ്ട്, നമ്മൾ പല പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി മനുഷ്യര്. ഈ മൃഗങ്ങൾക്കെല്ലാം ഒറ്റ ഭാഷയുള്ളൂ, പക്ഷെ നമ്മള് പല പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ ഭാഷ മറന്നുപോയിരുന്നു. അപ്പൊ അവർ തമ്മിൽ നടന്ന കമ്മ്യൂണിക്കേഷൻ മലയാളമല്ല ബംഗാളിയല്ല, അവർ തമ്മിൽ നടന്ന ആ ഒരു ലവിന്റെ ലാംഗ്വേജാണ്. ഇതാണ് നമ്മൾ തമ്മിൽ പലപ്പോഴും വിട്ടുപോണത്. പലപ്പോഴും ആ എക്സ്പ്രഷനിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരാളുടെ ഫീലിംഗ് എന്താണെന്നുള്ളത്. ശരിക്കും എന്റെ ചോദ്യം ഇതാണ്, ഒരു വെയിറ്റിന്റെ അടുത്ത് കാണിക്കുന്ന ഫെയ്ത്ത് നമുക്ക് ദൈവത്തിന്റെ അടുത്തോ ഗുരുവിന്റെ അടുത്തോ ഉണ്ടോ? സത്യം പറ, ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മൾ ഗുരുവിന്റെ മുന്നിൽ ഒരു ഓർഡർ കൊടുക്കുകയാണ്. അതായത് ഗുരു, ഇതാണ് എന്റെ ആഗ്രഹം, 2 വർഷത്തിനുള്ളിൽ ഇത് സാധിച്ചു തരണം. ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട്, അല്ല ഇതാണ് എന്റെ ആഗ്രഹം, ഇതൊരു 6 മാസത്തിനുള്ളിൽ സാധിച്ചു തരണം. എന്നിട്ട് ടോട്ടൽ ഫെയ്ത്തില്
അങ്ങോട്ട് സറണ്ടർ ചെയ്യാൻ, ഒരു വെയിറ്റിന്റെ അടുത്ത് സറണ്ടർ ചെയ്യണ പോലെ ഗുരുവിന്റെ അടുത്ത് സറണ്ടർ ചെയ്യാനുള്ള ഫെയ്ത്ത് നമുക്കുണ്ടോ? സത്യം പറ, ഉണ്ടോ? അങ്ങനെ ഒരു തവണ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്ത് നോക്കിക്കോ. ഹി വിൽ ഡെലിവർ. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു വന്നിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഗുരുവിന്റെ ഫെയ്ത്തില് ജീവിതത്തിൽ പല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ ബാബുരാജ് സാർ. ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ഥാനത്തിൽ നിൽക്കുന്ന ആളല്ല. ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള അപൂർവമായിട്ട് ഇങ്ങനെ ഗുരുവിനോട് ഇത്രയും ഡിവോഷനുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. മുൻ അപ്പെക്സ് ബോർഡ് ചെയർമാനായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ഫെയ്ത്തിന്റെ ഡിവോഷന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ വെയിറ്റർ ചെയ്യുന്ന ഒരു 15 വർഷക്കാലമായിട്ട് ഇങ്ങനെ ആവോളം കാര്യങ്ങളിങ്ങനെ ആസ്വദിച്ച് കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ഭക്തനാണ് നിങ്ങളൊക്കെ പോലെ തന്നെ. എനിക്ക് എന്നെ വളരെയധികം കെയർ ചെയ്യുന്ന, ശ്രദ്ധിക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എനിക്ക് വളരെ നല്ല സുഹൃത്തുക്കളുണ്ട്. എവിടെ പോയാലും വളരെ നല്ല സുഹൃത്തുക്കൾ. എനിക്ക് ഇത്രയധികം സുഹൃത്തുക്കൾ കുറവായിരിക്കും ആളുകൾക്ക്. അത്രയധികം നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര ലക്കിയാണെന്ന് തോന്നണം, ഭയങ്കര ഭാഗ്യവാനാണെന്ന് തോന്നണം. ഒരു 10 കാര്യങ്ങൾ A, B-യുമായിട്ട് ഷെയർ ചെയ്യാം. അത്രേ ഉള്ളൂ. %30 ആൾക്കാർക്ക് ഈ ഉറപ്പില്ല. എന്ത്? അടുത്ത നേരം ഭക്ഷണം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. അതായത് അവരുടെ മനസ്സിലെ മുഴുവൻ ചിന്ത ഇതാണ്. എന്ത്? അടുത്ത നേരത്തെ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാന്ന്. അങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ. അതായത് അടുത്ത നേരത്തെ ഭക്ഷണത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കണ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ആ 30% പെട്ടോ? ഇല്ല. ഈ പറഞ്ഞ പോലെ കണ്ണു കാണാം, സംസാരിക്കാം, ചെവി കേൾക്കാം, അതില്ലാത്തവരില്ലേ? ഭാഗ്യല്ലേ? യെസ്. എനിക്ക് 25,000-30,000 കൂടുതൽ ഇന്നേ വരെ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ അത്രയും സമൃദ്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും. ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞാല് ഒന്നിനും കുറവില്ല. അത് കൃത്യസമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം മനസ്സിൽ ദാരിദ്ര്യം എന്നുള്ള ചിന്ത പോലും കൊണ്ടുവരാറില്ല. മനസ്സിൽ നിന്ന് ദാരിദ്ര്യം എടുത്ത് കളയണം. മനസ്സിൽ നിന്ന് ദാരിദ്ര്യം എടുത്ത് കളയണമെങ്കിൽ ഈ ലിസ്റ്റ് കൂട്ടിക്കൊണ്ടിരണം ഓരോ ദിവസവും. എന്ത്? എനിക്ക് ഇതുണ്ട്, എനിക്ക് ഉണ്ടെന്ന് ചിന്തിക്കുന്തോറും കൂടുതൽ ഉണ്ടാവാൻ തുടങ്ങും. ഇല്ല എന്ന് ഇങ്ങനെ ചിന്തിക്കുന്തോറും കൂടുതൽ ഇല്ലാതാവാൻ തുടങ്ങും. മാഗ്നറ്റ് പോലെയാണ് മൈൻഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റ് പോലെ അത് എവിടെയാണോ ഫോക്കസ് ചെയ്യണത് ആ സിറ്റുവേഷനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? മൈൻഡിനുണ്ട്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, എവിടെ പോയാലും അവർക്ക് വഴക്കും പ്രശ്നങ്ങളായിരിക്കും. കാരണം വഴക്കാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഒറ്റ സംഗതിയാണ്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോ ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ടൊരു ഡയലോഗിലാണല്ലേ, ശരിയല്ലേ? അതുപോലെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഞാനുമായിട്ടൊരു ഡയലോഗിൽ ഏർപ്പെടാറുണ്ട്. നമ്മളെല്ലാവരും നമ്മളുമായിട്ടൊരു ഡയലോഗിൽ ഏർപ്പെടാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു ട്രെയിൻ കാത്തിരിക്കുകയാണെങ്കിൽ, ഒറ്റക്കാണെങ്കിൽ നമ്മൾ എന്താ വരാത്ത, വൈകിക്കഴിഞ്ഞാൽ പോകുന്ന കാര്യം ശരിയാവോ, നടക്കുമോ, ഇങ്ങനെ നമ്മളായിട്ടൊരു ഡയലോഗ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളായിട്ടുള്ള ഡയലോഗ് എപ്പോഴും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആവാൻ തുടങ്ങും. ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയാൽ നെഗറ്റീവ് സിറ്റുവേഷനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പോ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ, വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുകയാണ്, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ഇപ്പൊ ഇന്നത്തെ ഞാൻ വരുമ്പോ പാകിസ്ഥാന്റെ സ്കോർ 4 റൺസിന് 3 വിക്കറ്റ് എന്തോ പോയിട്ടുണ്ട്. അത്രയും ദയനീയ അവസ്ഥയാണ്. അപ്പൊ പ്രൊഫഷണൽസ് ആണ് ഇങ്ങനെ 1 റണ്ണിനും ഡക്കിനൊക്കെ എന്താവണത്, ഔട്ടാവണത്. അപ്പൊ പ്രൊഫഷണൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇത്രയധികം പ്രാക്ടീസ് ചെയ്ത് ഇത്രയധികം
പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ ഒരു റണ്ണിനും രണ്ട് റണ്ണിനും ഔട്ടാവുമ്പോൾ നാച്ചുറലി ആൾക്കാർ എന്ത് ചെയ്യും? ബ്ലെയിം ചെയ്യും. ഇല്ല, ശരിയല്ലേ? ഇത്രയധികം ട്രെയിനിങ് കിട്ടിയിട്ടും നീ നിസ്സാര ഒരു എന്താ പറയാ, ഒരു ലൂസ് ബോളിൽ ഔട്ടായല്ലോ എന്നുള്ള ഒരു ബ്ലെയിം വരും. യെസ് വരും. നേരെ മറിച്ച് ഞാൻ ഔട്ടായാലും ആരെങ്കിലും അങ്ങനെ കളിയാക്കുക? കാരണം എനിക്ക് അതിനുള്ള പ്രാക്ടീസും ഇല്ല, അതിനുള്ള എന്തും കിട്ടിയിട്ടില്ല, അതിനുള്ള ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ജീവിതം കുറേയും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കണം എന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാര് നമ്മൾ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കും, നീ എങ്ങനെ ഒരു റണ്ണിന് ഔട്ടായി? നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് എന്തുകൊണ്ട് ചൂടാവണ്? നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് എന്തുകൊണ്ട് അപ്സെറ്റ് ആവണ്? നിനക്ക് ഈ ജീവിതം കുറേയും കൂടി നല്ല രീതിയിൽ ജീവിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയ ആളല്ലേ, പിന്നെ നിനക്ക് എന്താ സംഭവിക്കാം? അപ്പോ നമുക്ക് ചുറ്റിനുള്ള ആളുകൾ മുഴുവനും ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമുക്ക് ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഈ ട്രെയിനിങ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. യു ഹാവ് ടു പെർഫോം ഇൻ യുവർ ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ക്രിക്കറ്റർ എങ്ങനെയാണോ ഫീൽഡിൽ പെർഫോം ചെയ്യേണ്ടത്, അതുപോലെ ദിസ് ഇസ് യുവർ ഫീൽഡ്. എന്ത്? ലൈഫ് ഇസ് യുവർ ഫീൽഡ്. ഈ ഫീൽഡിൽ യു ഹാവ് ടു പെർഫോം, കാരണം യു ഗോട്ട് ദ ട്രെയിനിങ്. എനിക്ക് എംടെക്കിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സോറി, എംടെക്കിന് പോകണമെന്ന്. എനിക്ക് ടീച്ചിങ് ഫീൽഡാണ് താല്പര്യം. അപ്പോൾ എംടെക്കിന് പോകേണ്ട പൈസ ഞാൻ തന്നെ ഉണ്ടാക്കണം. മിനിമം ഒരു വർഷം സ്വയം പൈസ ഉണ്ടാക്കി എംടെക് ചെയ്യണം എന്നാണ് ആഗ്രഹം. വെരി ഗുഡ്. ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. സോറി, ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. ആ ഫീൽഡിൽ ഞാൻ ശോഭിക്കണം കൂടുതൽ. ഓക്കെ, ഗുഡ്. എന്റെ ഫേമിന്റെ ഓൾ ഓവർ ബ്രാഞ്ചസ് എല്ലായിടത്തും, ഓൾ ഓവർ കേരള ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം ഈ ഫേമിന്. വെരി ഗുഡ്. എൻ്റെ കമ്പനി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാന്നാണ് 3 വർഷത്തിനുള്ളിൽ ചെയ്യാന്നുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താ വേണ്ട? പോരാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ച അഭിനന്ദിക്ക ആൾക്കാരാ അവര്. യെസ്, we did it. ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ കഥയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ഫുട്ബോൾ പ്ലെയർ ഗോൾ വീണപ്പോഴാണ് കഥ ഓർമ്മ വന്നത്. ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ കഥയാണ്. ഈ കളിക്കാരൻ നല്ല മികച്ച ടീമിൽ കളിക്കുന്ന കളിക്കാരനാണെങ്കിലും മികച്ച 11 കളിക്കാരിൽ വന്ന കളിക്കാരനല്ല. ആ മികച്ച 11 കളിക്കാരിൽ അയാൾ വരില്ല. അതുകൊണ്ട് അയാൾ എപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ആ എക്സ്ട്രാ ബെഞ്ചിലാണ് സ്ഥിരമായിട്ട് കോച്ച് ഇരുത്തുക. പിന്നെ ഫുട്ബോളിനുള്ളൊരു പ്രശ്നം ക്രിക്കറ്റ് പോലെയല്ല, കോച്ചാണ് എല്ലാം ഡിസൈഡ് ചെയ്യുക. ക്യാപ്റ്റൻ അല്ല, കോച്ചാണ്. ആര് കളിക്കണം കളിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? കോച്ചാണ്. കോച്ചിനാണ് കംപ്ലീറ്റ് പവർ ഫുട്ബോളിൽ. അപ്പൊ നല്ല ക്ലബ്ബ് ഏത് വന്നാലും ഇയാളെ പിടിച്ച് എവിടെ ഇരുത്തും? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലിരുത്തും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കഥയിലെ ഹീറോ. ഒരു ദിവസം ഇയാള് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലാണ് സ്ഥിരമായിട്ട് ഇരിക്കുക. ഒരു ദിവസം ഇയാള് വന്നിട്ട് കോച്ചിനോട് പറയും, സാർ ഇന്നെന്ന് കളിപ്പിക്കണം എന്ന് പറയും. ഇന്നെന്ന് പ്ലീസ് കളിപ്പിക്കണം എന്ന് പറയും. അപ്പൊ കോച്ച് പറയും, ഒരു രക്ഷയില്ല മോനെ, എതിർ ക്ലബ്ബ് ഭയങ്കര സ്ട്രോങ് ആണ്, അത്ര പവർഫുൾ ക്ലബ്ബുമായിട്ടാണ് ഇന്നത്തെ കളിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയും. നീ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും, റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇയാൾ പറയും, സാർ കളിപ്പിച്ചേ പറ്റൂ, ഞാൻ ഇന്ന വരെ സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, സാർ പറയുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്, സാർ പ്ലീസ് എന്നെ കളിപ്പിച്ചേ പറ്റൂ. അപ്പൊ കോച്ച് ഒരു രക്ഷയില്ല. ഇവൻ കാലിൽ വീണ് കരയാൻ തുടങ്ങും. അവൻ കരഞ്ഞിട്ട് അവൻ പറയാണ്, സാറേ ഇന്നെ കളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ജീവനോടിരിക്കില്ല, ഇന്നെ കളിപ്പിച്ച് പറ്റും. ഇത് കേൾക്കുമ്പോ കോച്ച് ഷോർട്ടാവും. കോച്ച് പറയും, ശരി ഒരു ചാൻസ് ഞാൻ എടുക്കാൻ പോവാണ്, ആദ്യത്തെ 10 മിനിറ്റ് നിന്നെ ഇറക്കും, നിന്റെ കളി മോശമാണെങ്കിലും നിന്നെ തിരിച്ചു വിളിക്കും. അപ്പോ ഇവൻ പറയും, സമ്മതിച്ചു, 10 മിനിറ്റ് എനിക്കൊരു ചാൻസാ, എന്നിട്ട് മോശമാണെങ്കിൽ തിരിച്ചു വിളിക്കാൻ പറയും. കളി തുടങ്ങി, ലോങ് ബസിൽ ഫുട്ബോള് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഇവന്റെ കാലിലോട്ട് പന്ത് കിട്ടിയാൽ പിന്നെ നടക്കണ മാജിക് എന്താണെന്നുള്ളത്
ഒരു പിടുത്തമില്ല. 3-ാമത്തെ മിനിറ്റില് ഇവൻ ഗോൾ സ്കോർ ചെയ്യും. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ഇങ്ങനെ പട്ടപട അടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുട്ബോളിലൊരു പ്രയോഗമുണ്ട്, ബൂട്ടിന് തീ പിടിക്കാന്ന്. ബൂട്ടിന് തീ പിടിക്കുന്ന പോലത്തെ ഒരു കളിയാണ്, ഒരു മരണക്കളി. അങ്ങനത്തെ ഒരു കളി അയാളുടെ ജീവിതത്തിൽ ഒരു കളിക്കാരനും കളിക്കുന്നത് കണ്ടിട്ടില്ല. അയാളുടെ ക്ലബിലല്ല വേറൊരു ക്ലബിലും. ഇയാളെ കണ്ണുകളിലിരിക്കേണ്ടത് എന്റെ കളി കണ്ടിട്ട്. മരണക്കളി എന്ന് പറഞ്ഞാൽ മരണക്കളി. 7 ഗോളാണ് ഇയാൾ എന്ത് ചെയ്യണത്, സ്ട്രൈക്ക് ചെയ്യണത്. 7 ഗോള്. വലിയ മാർജിനിൽ ഇവരുടെ ടീം ജയിക്കും, ഭയങ്കര വലിയ മാർജിനിൽ ഇവരുടെ ടീം ജയിക്കും. കോച്ച് ഓടിച്ചെന്നിട്ടേ ഇവന്റെ ജേഴ്സിയിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കും. കോച്ചിന് എന്താ ചെയ്യേണ്ടെന്നറിയില്ല, കോച്ച് ഇവന്റെ കർണത്തിട്ട് അടിക്കും. എന്നിട്ട് കോച്ച് ഇങ്ങനെ കരഞ്ഞിട്ട് ഇവനോട് ചോദിക്കണേ, ഇത്രയും കാലം ഈ കളി എവിടെയായിരുന്നടാ? ഇത്രയും കാലം നീ എന്തുകൊണ്ട് ഇങ്ങനെ കളിച്ചില്ല? നീ ഇന്നിങ്ങനെ കളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, സർ ഇന്നെന്റെ അച്ഛൻ കളി കാണുന്നുണ്ടായിരുന്നു പറയും. ഇന്നെന്റെ അച്ഛൻ കളി കാണുന്നുണ്ടായിരുന്നു പറയും. അപ്പൊ അവൻ പറയും, ഞാൻ ഇന്ന് നിന്റെ അച്ഛനെ സ്റ്റേഡിയത്തിൽ കണ്ടിട്ടില്ലല്ലോ. സാധാരണ നിന്റെ അച്ഛൻ സ്റ്റേഡിയത്തിൽ നിന്റെ കൂടെ വന്ന് അവിടെ ഇരിക്കുന്ന കാണാറുള്ളതാണ്, ഇന്ന് കണ്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ അവൻ പറയും, സാർ എന്റെ അച്ഛനൊരു അന്ധനാണ്. ഇടയ്ക്ക് ഞാൻ അച്ഛനെ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അച്ഛനെ സ്റ്റേഡിയത്തിലിരുത്തി ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ വന്നിരിക്കും. ഞാൻ തിരിച്ചു പോകും, അച്ഛൻ കളീനെ കുറിച്ച് ചോദിക്കും. എന്റെ അന്ധനായ അച്ഛൻ ഒന്നും കാണുന്നില്ല. ഞാൻ അച്ഛനെ പറ്റിക്കും. ഞാൻ ഇത്ര ഗോൾ സ്കോർ ചെയ്തു, ഞാൻ ഇങ്ങനെ കളിച്ചു, ഞാൻ അങ്ങനെ കളിച്ചു, ഞാനാണ് മാൻ ഓഫ് ദ മാച്ച്. എന്റെ അച്ഛൻ ഈ പറഞ്ഞ മുഴുവൻ വിശ്വസിക്കും. ഇത്രയും കാലം പാവം എന്റെ അച്ഛനെ ഞാൻ പറ്റിക്കായിരുന്നു. മിനിഞ്ഞാന്ന് എന്റെ അച്ഛൻ മരിച്ചുപോയി. ഇന്നും മുകളിലിരുന്നിട്ട് എന്റെ അച്ഛൻ ആദ്യമായിട്ട് എന്റെ കളി കാണുകയാണ് സാറേ. എനിക്ക് കളിച്ചേ പറ്റൂ, അവിടെ എനിക്ക് വേറെ ചോയ്സ് ഇല്ല. എനിക്ക് കളിച്ചേ പറ്റൂ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു സംഭവം അറിയാലോ അല്ലെ? മെന്റലി റിട്ടാർഡഡ് ആണെന്ന് വിചാരിച്ചിട്ടേ സ്കൂളിൽ നിന്ന് പുറത്താക്കി ആൽബർട്ട് ഐൻസ്റ്റീനെ. അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മേനെ പഠിപ്പിച്ചത്. ലോകം ഏത് കാലത്തും ബഹുമാനിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറി. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളെ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുന്ന, നമ്മുടെ എബിലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ട്. നമ്മൾ അയാളെ പറ്റിക്കരുത്, ശരിയല്ലേ? നമ്മൾ നിർത്തി പറ്റിക്കല്. നമുക്കൊന്ന് പുറത്തെടുക്കണ്ടേ നമ്മുടെ കഴിവ് മുഴുവനും? യെസ് ഓർ നോ? യെസ്. സുന്ദര കളേബര നന്ദിത സുരവര സുന്ദര കളേബര നന്ദിത സുരവര സുന്ദരി ചിത്തച്ചോര നന്ദിയോടു കേൾക്ക ധീര ദൈവം സത്യദീപമാർഗമാണു ദൈവം മധ്യമായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം നിത്യജീവനെ തീരുന്നു ദൈവം മഹപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ മഹപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ ഇസ്രായേലിൻ
ഞാൻ ഈ 4 ദിവസം ഇവിടെ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഒരാളും ഒന്ന് വിമർശിക്കാൻ, നമ്മളൊന്ന് ഉപദേശിക്കുന്ന ഒരാളുടെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയില്ല. അത് ഭയങ്കര എനിക്കാണത് ഒരു പോസിറ്റീവ് എനർജി തരുന്നത്. പിന്നെ എനിക്ക് സംഭവിച്ചൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവസാനം ചെയ്ത ആ നമസ്കാരം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പച്ചൻ അവസാനമായി ഒരു 2 വർഷത്തോളം ഭയങ്കര ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മെഡിസിൻ ഒന്നും ഏൽക്കില്ല, ഡോക്ടർമാരെ കൈ ഒഴിഞ്ഞാണ്. ഞങ്ങൾ ശരിക്കും കയ്യിൽ കൊണ്ടുനടന്ന്, പൊന്നുപോലെ കൊണ്ടുനടന്ന് എല്ലാം നോക്കി. പക്ഷേ ഞാനൊരു ക്രിസ്ത്യൻ റിലീജിയനാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ചെയ്ത കുറെ തെറ്റുകളുണ്ടായിരുന്നു അപ്പച്ചനോട്. അത് ഞാൻ പല പ്രാവശ്യം ഞങ്ങളുടെ രീതിയിൽ കുമ്പസാരിച്ചു. 3-4 പ്രാവശ്യം കുമ്പസാരിച്ചിട്ട് മനസ്സിൽ നിന്ന് ആ വിഷമം അങ്ങ് പോകുന്നില്ല. അത് ഇവിടെ ഇന്ന് ഒരു സീനിയറായിട്ടുള്ളൊരു മെമ്പറെ കാലിൽ പിടിച്ചപ്പോൾ അതങ്ങ് അലിഞ്ഞു തീർന്നു. ആ കുറ്റബോധം അങ്ങ് മാറി. അത് ഞാൻ ആലോചിക്കുന്നത് ഇതൊരു പവർ ഹൗസാണ് ശരിക്കും. ഭയങ്കര എനർജി. ഒരു മാഗ്നറ്റ്, നമ്മളിലുള്ള ഒരു ചെറിയ മാഗ്നറ്റിനെ ഈ മാഗ്നറ്റ് അങ്ങ് ആകർഷിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇതൊരു പവർ ഹൗസ് ആണ്, അപ്പൊ അതെന്തായിരിക്കും? എനിക്ക് മീറ്റ് ചെയ്യണം, എനിക്ക് ഗുരുജിനെ കാണണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. അതേപോലെ തന്നെ സജിത സാറിനെ എന്നെ ഒന്ന് ഹഗ് ചെയ്യണം, അനുഗ്രഹം ചെയ്യണം. ഇവിടെ ആദ്യത്തെ ദിവസം അതിന്റെ ഫുൾ ഫോം പറഞ്ഞപ്പോഴാണ് ഇത് എന്താന്ന് പോലും എനിക്ക് അറിയുന്നത്. അപ്പൊ ഇത് രാജഗോപാൽ സാർ ഈ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ ദിവസം തൊട്ട് ഞാൻ ഈ ദിവസം എണ്ണി തുടങ്ങി. 3-4 ദിവസം, വ്യാഴാഴ്ച വൈകിട്ട്, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഇത്രയും ദിവസം ഞാൻ എങ്ങനെ അവിടെ മാറി നിൽക്കും, അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആ ഫസ്റ്റ് ഡേ തന്നെ ഫുൾ വീട്ടിലെ കാര്യങ്ങൾ മറന്നുപോയി. കാരണം നമ്മൾ ഇവിടെ അത്രയ്ക്കൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ക്ലാസ്സിലാണെങ്കിലും നമുക്ക് ഒട്ടും ബോറടിക്കാതെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാൻ പാകത്തിന് നമ്മൾ അത്രയും നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. ഞാനൊരു 18 വർഷം ആയി കോളേജിൽ നിന്ന് വിട്ടിട്ട്. ഇവിടെ കുറച്ച് ടീച്ചേഴ്സിനെ പരിചയമുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാനും മടിയില്ലാത്തതോ, അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വാതിൽ എപ്പോഴും അടഞ്ഞുപോയി. ആ അടഞ്ഞ വാതിൽ, ഒറ്റ വാക്കുള്ളൂ, ആ അടഞ്ഞ വാതിൽ ഇന്ന് സജി സാർ തുറന്നു തന്നു. ഒരു 6 മാസമായിട്ട് കരിയറിൽ വന്ന പ്രോബ്ലം ഒക്കെ കൊണ്ട് നോർമലി എൻ്റെ തന്നെയുള്ള മെഡിറ്റേഷൻ കൊണ്ടൊന്നും യൂസ് ഇല്ല, ഒരു കോഴ്സ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് DSN വന്ന് ചേർന്നത്. ഓസം കോഴ്സാണ്. എല്ലാ പ്രോസസ്സും അത്ര മനോഹരമായിരുന്നു. എല്ലാ പ്രോസസ്സും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. ഗുരുജി എത്ര മനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞു. അതിലും മനോഹരമായിട്ട് സാറ് ഡെലിവർ ചെയ്തു. സോ താങ്ക്സ് ലോട്ട് ടു ഗുരുജി, താങ്ക്സ് ലോട്ട്. ഞാൻ ഭാരത് മാതാ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അവിടെ വരുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും പേടിയായിട്ടുണ്ട്, എന്താണ് യുഗം എന്നുള്ളത്. +2കാരുടെ കയ്യിൽ ഐഫോൺ ഫോണും ഈ പറയുന്ന 7ാം ക്ലാസ്സുകാരുടെ കയ്യിലും ഉണ്ട് ഐഫോൺ ഫോണും. എവിടെയാണ് ഈ ലോകം പോകുന്നത് എന്നുള്ള ചിന്ത ഇപ്പോഴും വളരെ ഭയാനകമാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, നമ്മുടെ ഇവിടെയുള്ള അമ്മമാർ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾക്ക് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഒരു ഉത്തമ ഉദാഹരണമാണ് ഗുരുജി. ഞാൻ ഏതാണ്ട് 47 വർഷമായിട്ട് തുഴയില്ലാതെ കായലിൽ കൂടെ നീന്തി നടക്കുമായിരുന്നു. എനിക്ക് സജി സാറ് എനിക്ക് ഗുരുവാകുന്ന ഈ ഗുരുവിനെ എനിക്ക് തുഴയായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇന്ന് കിട്ടി. ഇനി ഞാൻ ഇവിടുന്ന് ഒരു പോക്കാണ്. ശരിക്കും ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നല്ല സ്പീഡിൽ കൃത്യമായിട്ട് തുഴഞ്ഞെത്തിയിരിക്കും. എനിക്കത് ആ തുഴ തന്നത് സജി സാറിന് 1000 നന്ദി. ജയ് ഗുരുദേവ്. വളരെ എറണാകുളം മൊത്തം എല്ലാവരും ഒരു സുഹൃത്ബന്ധത്തിലാണ് നമ്മളെല്ലാവരും. ഇവിടെ ടീച്ചറെന്നോ അപ്പച്ച് ബോഡിന്നോ DDC അങ്ങനെ ഒരു വേർതിരിവും നമുക്കില്ല. വളരെ
എന്താ പറയുക, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു ബന്ധം പോലെയാണ് സജി സാറും ഞാനും ഒക്കെ ആയിട്ട്. ഒരിക്കലും എല്ലാ ദിവസവും വിളിക്കലോ ആഴ്ചയിൽ ഒരിക്കലും ഒന്നുമില്ല. പക്ഷേ ആ ഒരു വാക്കുകൾക്ക് അതീതമായ ഒരു കമ്മ്യൂണിക്കേഷനും ബന്ധവും ഞങ്ങളെല്ലാവരും തമ്മിൽ എറണാകുളത്ത്, ദേവരാജായാലും രാജഗോപാലായാലും മോഹൻജി, ശ്രീകാന്ത്ജി, ഇതൊരു ഫാമിലിയാണ്. ഈ ഫാമിലിയിലേക്ക് വന്ന വളരെ വലിയൊരു സുഖമാണ്, ഇല്ലേ? നമുക്കൊരു പ്രശ്നമുള്ളപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവും, താങ്ങുണ്ടാവും, ഇല്ലേ? അപ്പോൾ ഈ ഫാമിലിയിലേക്ക് വന്ന നമ്മളെല്ലാവരുമായിട്ട് ലിങ്ക്ഡ് ആവണം, ആ ബന്ധം ഉണ്ടാവണം, ആ സ്നേഹം ഉണ്ടാവണം, ആ കമ്പാഷൻ ഉണ്ടാവും. എന്താ വിശേഷം? എല്ലാ സുഖത്തല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ അവിടെ വരൂ, വിഷു കഴിച്ച് അവിടെ വരൂ. The new year I'm coming there. But I'm with you even now today. Can you repeat this? I'm with you today, even now today. Okay. I know you had great program with Sachi. Me too. Okay. Okay. I'm coming to question, no? Okay, fine. ഈ കോഴ്സിന്റെ തുടക്കം തൊട്ട് ഈ ക്ഷണം വരെ നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹത്തെ ചിലപ്പോൾ. പക്ഷെ പുറത്തു നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് ഈ കോഴ്സ് ഭംഗിയാക്കാൻ വേണ്ടി വലിയൊരു റോൾ എടുത്തൊരു വ്യക്തിയുണ്ട്, മോഹൻജി. അദ്ദേഹത്തിനെ ആദരിക്കാതെ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റില്ല. ഈ വേദിയിലേക്ക് ഞാൻ മോഹൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് ക്ലാപ്പ് ചെയ്യാം. In the heart of America, silent from Africa, alive to America, fighting on the right way. Equal for survival, dirty was a buffalo soldier. In the heart of America. ഈ കോഴ്സിന് വേണ്ടി പ്രവർത്തിച്ച 2 ടീച്ചേഴ്സ് ഉണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റില്. Sindhu teacher and Girija, please come forward. Three 301 DS-ന്റെ ലീഡർഷിപ്പ് എല്ലാ അർത്ഥത്തിലും നിറവേറ്റിയ ശ്രീ ശ്രീകാന്ത് സാറ് പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിലും ലീഡറായിരുന്നു. In the heart of America, buffalo soldier, buffalo soldier, buffalo soldier. In the heart of America. ജയ് ഗുരുദേവ്. ഇന്നലെ ഇവിടെ വന്നു കളിച്ചപ്പൊക്കെ സംസാരിക്കാനായിട്ട് മറന്നു അബൌട്ട് സജി. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ടു ഹാവ് ബീൻ ഹിസ് ബേസിക് കോഴ്സ് ടീച്ചർ. ഇനി ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഇഫ് യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ ലൈഫ്, चलिया तू चलिया
मस्ती कब आएगी तू, सारी मस्तानी कब आएगी तू, सारी जिंदगानी कब आएगी तू, चलिया तू चलिया गुरु गुरु जय जय गोपाल जय जय गोविंद नारायण